നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ഈ ഒരു സമയം പ്രപഞ്ചം നിങ്ങളിലേക്ക് നൽകാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്? നിങ്ങളിലേക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ബ്ലെസ്സിങ് എന്താണ്? ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ നല്ല പെയിൻ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അനങ്ങാൻ പോലും വയ്യാത്ത ചില മാനസിക സമ്മർദ്ദത്തിലൂടെയോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വേദനകളിലൂടെയോ നിങ്ങൾ കടന്നു പോകുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഒരു ഘട്ടം അവസാനിച്ച അവസ്ഥയിൽ അത്രത്തോളം പെയിൻ അനുഭവിക്കുന്നു. ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. ചീറ്റിംഗ് സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് വഞ്ചന ലഭിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ സമയമാകാം, നിങ്ങളുടെ വിശ്വസ്തതയായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി പോയതായി കാണുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ്ങിലാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥകൾ, ചില വ്യക്തികൾ നിങ്ങളെ പറ്റിച്ചിരിക്കുന്ന അവസ്ഥ, ചില വാക്കുകൾ പറഞ്ഞ് ചില വാഗ്ദാനങ്ങൾ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്ന അവസ്ഥകളിലൂടെയും കടന്നു പോകുന്നു. പ്ലീസ് കിഡ്മി മദറിയണോ. 7 ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഇപ്പോൾ അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ പ്രപഞ്ചം നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരുന്നുണ്ട്. ഓക്കെ, അത് കൃത്യവും ശക്തവുമായിട്ടുള്ള തീരുമാനം എടുക്കുവാനുള്ള ഒരു മാനസിക ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അതിലൂടെ മാത്രമായിരിക്കും പ്രപഞ്ചം നിങ്ങൾക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നൽകുക. പ്ലീസ് കിഡ്മി മദറിയനോസ്. ഏറ്റവും വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? അതിവേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യാത്ര അല്ലെങ്കിൽ ഒരു മാറ്റം വരുന്നുണ്ട്. അത് നിങ്ങളുടെ ഇമോഷണൽ സ്ഥലത്തിൽ നിന്ന് തന്നെയാണ് ആ ഒരു മാറ്റം വരുന്നത്. ഒരുപാട് തകർന്നു പോയ അവസ്ഥയിൽ നിന്നും നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മശക്തിയിലേക്കും ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കോൺഫിഡൻസ് ലെവലിലേക്കും നിങ്ങൾ ഉയരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കിഡ്മി മദറിയനോസ്. വിദേശ യാത്രകൾ അല്ലെങ്കിൽ നിലവിലുള്ള സിറ്റുവേഷനിൽ നിന്ന് ഒരു മാറ്റം, ഒരു സെലിബ്രേഷൻ നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ പാസ്റ്റിൽ നടന്നതായിട്ടുള്ള പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു എനർജി കൂടി പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പ്ലീസ് കിഡ്മി മദറിയനോസ്. 7 ഓഫ് കപ്പിൻ്റെ എനർജി. എന്ത് തീരുമാനത്തിലേക്ക് കടന്നു പോകണമെന്ന് അറിയാതെ ആകെ മാനസികമായും തളർന്നിരുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ നിങ്ങളെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങളിലേക്ക് എത്താത്ത വണ്ണം കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ള അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അത് ചില വ്യക്തികളുടെ ഇടപെടൽ കാരണമായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്നും ആ കാര്യങ്ങൾ തട്ടി മാറ്റുന്നതായിട്ടുള്ള എനർജി കാണുന്നുണ്ട്. 7 ഓഫ് കപ്പ്. ഓക്കെ, അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ കിങ്ങും ക്യൂനും വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ചില ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ചില ചീറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലെങ്കിൽ അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലോ ആയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നതായി ചീറ്റിങ്ങിനെയെല്ലാം നിങ്ങൾക്ക് കൃത്യമായി ചോദ്യം ചെയ്ത് അതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കിഡ്മി മദറിയനോസ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള ആ മാറ്റം എന്താണ്? പ്ലീസ് കിഡ്മി മദറിയനോസ്. വരാനിരിക്കുന്നതായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വരുന്ന മാറ്റം ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളുടെ അവസാനമായിരിക്കുന്നു. ഇത്രയും നാൾ നിങ്ങൾ വേദനിച്ചതായിട്ടുള്ള എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അതവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ഒരു പുതിയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നു. ഈസ് വാണ്ട് എന്ന് പറയുമ്പം യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടിയുള്ള ഒരു തുടക്കത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, പ്ലീസ് കിഡ്മി മദറിയനോസ്. നിങ്ങൾക്ക് തടസ്സമായിരിക്കുന്ന ബാഹ്യശക്തികൾ എന്താണ്? ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ പൂർണ്ണമായി കാർഡ്സിന് നൽകുക. പ്ലീസ് കിഡ്മി മദറിയനോസ്. 4 ഓഫ് സോഡ്, 3 ഓഫ് കപ്പ്. ഒരുപാട് സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. 7 ഓഫ് കപ്പ്. നിലവിലെ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കാത്ത വണ്ണം നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് റിയാലിറ്റി മനസ്സിലായിട്ടുണ്ടെങ്കിലും അതിലെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള മാനസിക ബലം നിങ്ങൾക്കില്ല. മൂവ് ഓൺ ചെയ്യാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ വേദന കൂടി നിങ്ങളുടെ ഒപ്പം കൂട്ടുന്നതായി കാണുന്നുണ്ട്. അതിൽ നിന്നും പുറത്തിറങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് നിങ്ങളുടെ ഗ്രോത്തിനെ തടയുന്നതായി കാണുന്നുണ്ട്. 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സ്വയം നീറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഒട്ടും തന്നെ മാറി ചിന്തിക്കുവാനോ നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കാനോ സാധിക്കുന്നില്ല. നിങ്ങളുടെ ആത്മാവിനെ ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ശാരീരികമായും മാനസികമായും നിങ്ങൾ തളർന്നിരിക്കുന്ന അവസ്ഥ. നമ്മുടെ മനസ്സ് തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായും ഉണങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. ഉണങ്ങിപ്പോകുക എന്ന് പറയുന്നത് ശാരീരിക ഉണക്കലിനെ അല്ല, നമ്മുടെ എനർജി പൂർണ്ണമായും ഉണങ്ങി നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിൽ തന്നെ സന്തോഷം
സന്തോഷത്തെ കുത്തി നിറയ്ക്കുക, ഇല്ലാത്ത കാര്യത്തെ ഉള്ളതുപോലെ നിങ്ങൾ ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ മുഖത്തെ കുറച്ച് നേരം നിങ്ങളിപ്പോൾ എത്ര സങ്കടത്തിൽ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ ജോക്കറിൻ്റെ മുഖം വെക്കുന്നത് പോലെ കുറച്ച് നേരം ഇങ്ങനെ ചിരിക്കുന്നതാണൊക്കെ ഇങ്ങനെ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മുടെ മുഖത്തെ പേശികളെല്ലാം വലിയണം. ആ വലിയുന്ന രീതിയിൽ നമ്മൾ കുറച്ച് നേരം അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കരുത്. കുറച്ച് നേരം അങ്ങനെ കാണിക്കുക, വിടുക. ഓക്കെ, വീണ്ടും കാണിക്കുക, വിടുക. അപ്പോൾ അങ്ങനെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നിങ്ങൾ നോക്കൂ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കവിളുകളെല്ലാം ചിരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്നതായി കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് നമുക്ക് മെസ്സേജ് തരികയാണ്, നീ ഇപ്പോൾ സന്തോഷവതിയാണ് അല്ലെങ്കിൽ സന്തോഷവാനാണ്, നീ ചിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ചിരിയുടെ ഹോർമോൺ നമ്മളിലേക്ക് കടന്നു വരും, സന്തോഷത്തെ ഹാപ്പി ഹോർമോൺ കടന്നു വരും. ഓക്കെ, പക്ഷേ നിങ്ങൾ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പം നിലവിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ കഴിഞ്ഞ പോയ സമയങ്ങളിൽ നിന്നും വീണ്ടും ആ വേദനകളെ കൂട്ടുപിടിച്ച് നിലവിലെ സന്തോഷത്തെ പൂർണ്ണമായും നിങ്ങൾ ബന്ധിക്കുന്നതായിട്ടുള്ള അവസ്ഥ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗ്രോത്തിനെ ഒരുപാട് തടസ്സം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. 4 ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, ഇമോഷനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത്, അത് നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോടോ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നോ നിങ്ങൾക്ക് അതിൻ്റെ ഗൈഡൻസ് എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. 3 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള തേർഡ് പാർട്ടീസിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ മറ്റു ചില വ്യക്തികളുടെ തേർഡ് പാർട്ടീസിൻ്റെ കണ്ണേർ എന്നൊക്കെ പറയുന്നത് പോലെ കണ്ണേർ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ സഡൻ മാറ്റം, ജീവിതത്തിൻ്റെ സഡൻ മാറ്റത്തെ അവർ പെട്ടെന്ന് നിരീക്ഷിക്കുകയും എന്താണ് അതിനുണ്ടായ കാരണങ്ങൾ, അപ്പോൾ അതിനെ വേരോടുകൂടി നശിപ്പിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ അനുഭവിച്ചിരുന്നതായിട്ടുള്ള ആ സന്തോഷത്തെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും തേർഡ് പാർട്ടി ഇടപെട്ടതായി കാണുന്നു. അതിൻ്റെ വിജയത്തിലും കൂടിയാണ് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കടന്നു പോകുന്നത്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ പോകുന്നു. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, 7 ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? കൃത്യമായിട്ടുള്ള മെഡിറ്റേഷൻ ഇല്ലാത്ത അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. എപ്പോഴും ക്ഷീണവും തളർച്ചയും നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം നിങ്ങളുടെ ചക്രാസ് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല നമ്മൾ കൂടുതലും സമയങ്ങളും നമ്മളുടെ എനർജി സോഷ്യൽ മീഡിയയിലും മറ്റും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അതുമൂലം നമ്മുടെ ഓരോ ചക്രാസും ബ്ലോക്കായി പോയി നമുക്ക് മുന്നോട്ട് സാമ്പത്തിക കാര്യങ്ങളിലോ നമ്മുടെ മെറ്റലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ റിലേഷൻഷിപ്പോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ നമുക്ക് അലസതയും ക്ഷീണവും വന്ന് നമ്മൾ പതുക്കെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റുകളിൽ നിന്നെല്ലാം പിന്മാറി ഒറ്റപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ ചക്രാസിനെ എല്ലാം സ്ട്രോങ് ആക്കി സൂക്ഷിക്കുക എന്ന് പ്രപഞ്ചം ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. കണ്ണുകൾ കെട്ടിയ അവസ്ഥ, ചുറ്റും നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കും. പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചക്രാസ് എല്ലാം ബ്ലോക്ക് ആയതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് മടിയും ക്ഷീണവും അലസതയും തോന്നുന്നതിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതായിട്ടുള്ള ആ കംഫോർട്ട് സോണിൽ തന്നെ ഒതുങ്ങി പോകുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ കാര്യങ്ങളിലേക്കുള്ള തുടക്കത്തിനെ ഇത് തടസ്സപ്പെടുത്തുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് പ്രപഞ്ചത്തോട് ചോദിക്കാം. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു കാര്യം എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ സക്സസ് ആയി മാറുന്നതിനും നിലവിലുള്ള സിറ്റുവേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്നതിനും എൻ്റെ വ്യൂസ് എടുക്കേണ്ടതായിട്ടുള്ള തീരുമാനം എന്താണ്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? ഓക്കെ, ഇവിടെ പ്രിൻസസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 2 ഓഫ് സോഡ്, കിങ് ഓഫ് കപ്പ്, നൈറ്റ് ഓഫ് കോയിൻ. ഓക്കെ, ഇവിടെ നമുക്ക് ചില ക്ലാരിറ്റി വേണം. നമ്മുടെ മാനസിക അവസ്ഥയാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മൾ കണ്ണടച്ച് അതായിരിക്കും ശരി, ഇതായിരിക്കും ശരി, മുന്നോട്ട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് യാതൊരു അറിവും ഇല്ലാതെ നമുക്ക് തോന്നുന്നത് പോലെ ചില കാര്യങ്ങൾ ചിന്തിക്കുകയും ആ ചിന്തയുടെ പിറകെ പോയി ആക്ഷൻ എടുക്കുകയും അല്ല വേണ്ടത്. നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യത്തിന് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സ്വഭാവത്തിലായിരിക്കണം നിങ്ങൾ. അതിനുവേണ്ടി പ്രവർത്തിക്കുക. നിങ്ങളുടെ മനസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് അതിന് തയ്യാറാകുകയും വേണമെന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം 2 ഓഫ് സോഡ് പറയുന്നു, പ്രപഞ്ചം നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഇൻഡ്യൂഷൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവനവനിലേക്ക് ശ്രദ്ധിക്കുക. പ്രപഞ്ചത്തിൻ്റെ ഉറവിടം നിങ്ങളിൽ തന്നെയാണ്. ഓക്കെ, എല്ലാവരുടെയും ഉള്ളിൽ പ്രപഞ്ചത്തിൻ്റെ ശക്തിയുണ്ട്. അപ്പോൾ അവനവനുള്ള ഉത്തരം അവനവനിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങൾ
ക്ലാരിറ്റിയോടുകൂടി നിങ്ങളെ ഏകോപിപ്പിച്ച് നിങ്ങളിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് പ്രപഞ്ചം പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇമോഷണലായിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് പ്രപഞ്ചം പറയുന്നുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെയും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തെയും നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ അതിനെ ബാലൻസ് ചെയ്ത് നിങ്ങൾ തീരുമാനത്തിലേക്ക് കടന്നു വരിക എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കോയിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായിട്ടുള്ള താൽക്കാലിക സ്റ്റക്നെസ് ഒന്നും നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചെടുക്കുവാൻ പാടില്ല എന്ന് പ്രപഞ്ചം പറയുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ചില സ്റ്റക്നെസ് വരുന്നത് അത് അവസാനിക്കുന്നതിനല്ല, നമ്മൾ പതുങ്ങുന്നത് അത് കുതിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും മൃഗങ്ങൾ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരതിൽ നിന്നും പിന്മാറി എന്നല്ല അതിന് ഉത്തരം വരുന്നത്. അത് ശക്തിയോടുകൂടി നല്ല രീതിയിൽ കുതിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിൽ, മുന്നോട്ട് പോകുവാൻ പറ്റാത്ത വണ്ണം നിങ്ങൾക്ക് സ്റ്റക്നെസ് വന്നിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ടുള്ള ഒരു കുതിപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. പ്ലീസ് കേഡ് മീ മദർ നൈറ്റ് ഓഫ് കോയിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് കേഡ് മീ മദർ നൈറ്റ് ഓഫ് കോയിൻ്റെ എനർജി തീർച്ചയായും എനർജിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം എടുത്ത സമയത്ത് റീഡിംഗ് എടുത്ത സമയത്ത് 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അപ്പം നമ്മളുടെ മാനസിക അവസ്ഥ, നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ സിറ്റുവേഷനിൽ നിന്നും പുറത്തിറങ്ങിയെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഈ സാമ്പത്തിക ഗ്രോത്തും സന്തോഷവും കുടുംബത്തിലെ അഭിവൃദ്ധിയും എല്ലാം നമ്മളെ തേടി എത്തുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഒരു വ്യക്തികളെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ പലപ്പോഴും നമ്മളുടെ ചിന്തകൾ നമ്മളെ ചങ്ങലയായിട്ട് നമ്മളെ ബന്ധിച്ചിരിക്കുന്നതായിട്ട് കാണാം. ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ എന്നോ കഴിഞ്ഞു പോയിട്ടുള്ള സാഹചര്യത്തെ വീണ്ടും വീണ്ടും മനസ്സിൽ ഓർത്ത് സങ്കടപ്പെടുക, പ്രാർത്ഥിക്കാൻ നേരത്ത് സങ്കടപ്പെടുക, ഇങ്ങനെ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ എന്നോ നടന്നു പോയിട്ടുള്ള ആ കാര്യത്തെ വീണ്ടും നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. നമ്മളെ വേദനിപ്പിച്ച് പോയ വ്യക്തികൾ ഒരു പ്രാവശ്യമായിരിക്കും നമ്മുടെ ആത്മാവിനെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ളത്. പക്ഷേ നമ്മളത് റിപ്പീറ്റായിട്ട് ചിന്തിച്ച് നമ്മൾ ഡെയിലി നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില അഡിക്ഷനുകളിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് എന്നും അതിലൂടെ മാത്രമായിരിക്കും നിങ്ങൾക്കൊരു നല്ല തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്നും പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു മെസ്സേജ് എന്താണ്? നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എത്രത്തോളം അട്രാക്ട് ചെയ്യുന്നോ അത്രത്തോളം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകും. ഓക്കെ, ഇത് നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണ്. ഓക്കെ, ഈ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ ചില ഡയറക്ഷൻ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ നേരത്തെ എടുത്തപ്പോൾ കണ്ടിരുന്നു നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജീസ്. താൽക്കാലികമായിട്ട് നമ്മളൊന്ന് പതുങ്ങുന്ന അവസ്ഥയാണ്. ഈ പതുങ്ങുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ലക്ഷ്യം കാണുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു പതുങ്ങലാണ് എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം നിങ്ങളുടെ മുമ്പിലേക്ക് ചില ഡയറക്ഷനുകളെ നൽകുന്നു. അതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങളുടെ കർമ്മയുടെ ബേസിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി അവസരങ്ങൾ ഒരുക്കുന്നു. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത മാസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രപഞ്ചം പറയുന്നത്. അപ്പോൾ എത്രത്തോളം പോസിറ്റീവായി നിൽക്കാൻ സാധിക്കുന്നോ അത്രത്തോളം പോസിറ്റീവ് ആകുക. കരഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കുക. പ്രപഞ്ചം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.